12 ദിവസത്തോളം നീണ്ടുനിന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷം മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ ആശങ്കയുടെ കാർമേഘം ഉയർത്തിയിരുന്നു. സംഘർഷത്തിൽ US നേരിട്ടിടപെട്ടത് ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് US ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചത്. ഇതിന് മറുപടിയായി ഖത്തറിലെ USന്റെ സൈനിക താവളം ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയതോടെ മിഡിൽ ഈസ്റ്റ് സംഘർഷം നിർണായക ഘട്ടത്തിലേക്ക് കടന്നു. ഖത്തറിലെ USന്റെ അൽ ഉദൈദ് വ്യോമത്താവളം ലക്ഷ്യമിട്ടാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. 6ഓളം മിസൈലുകളാണ് ഇറാൻ USന്റെ വ്യോമത്താവളത്തിന് നേർക്ക് തൊടുത്തുവിട്ടത്. എന്നാൽ പിന്നീട് US തിരക്കിട്ട് വെടിനിർത്തൽ നീക്കങ്ങൾ നടത്തുകയും സംഘർഷത്തിന് താൽക്കാലിക വിരാമം ഉണ്ടാവുകയും ചെയ്തു. ആക്രമണത്തോടെ ഇറാൻ ഖത്തർ ബന്ധം വഷളാകുമെന്ന ആശങ്ക പറന്നിരുന്നു. എന്നാൽ ആക്രമണം നടത്തിയത് ഖത്തറിന് നേരെയല്ലെന്നും USന് നേരെയാണെന്നും ഖത്തർ മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ. സംഘർഷം ആളിക്കത്തിക്കുന്ന നടപടികളൊന്നും ഖത്തറിന്റെ ഭാഗത്തു നിന്ന് പിന്നീട് ഉണ്ടായതുമില്ല. ഇപ്പോഴിതാ ഖത്തറും ഇറാനും തമ്മിൽ ചർച്ച നടത്തിയെന്ന റിപ്പോർട്ട് വരുന്നു. ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി ഖത്തറിന്റെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധകാര്യ സഹമന്ത്രിയുമായ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അത്തിയയുമായി ഉന്നതതല സംഭാഷണം നടത്തിയതായി ഇറാൻ മാധ്യമമായ തെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ശേഷം നടത്തിയ ചർച്ചയിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കിയതായും ഇരു രാജ്യങ്ങളും പിന്നീട് വ്യക്തമാക്കി. ഇറാനുമായി അസാധാരണമായി അടുത്ത രാഷ്ട്രീയ ബന്ധം പങ്കിടുന്ന ഒരു സൗഹൃദ രാഷ്ട്രമായി ഖത്തറിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ജനറൽ മൗസവി സംഭാഷണത്തിന് തുടക്കം കുറിച്ചതെന്നും തെഹ്റാൻ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ജൂണിലെ ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ ഇറാന്റെ പരമാധികാരം ലംഘിക്കപ്പെട്ടതിനെ അപലപിച്ച ഖത്തറിന്റെ നിലപാടിന് അദ്ദേഹം നന്ദി പറഞ്ഞു. കൂടാതെ അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയുടെ പോരാട്ടത്തിന് ഖത്തർ നൽകി വരുന്ന പിന്തുണയെ ഇറാൻ എടുത്തു പറയുകയും ചെയ്തു. ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളും ഇസ്ലാമിക സർക്കാരുകളും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരും ഇറാന് പിന്നിൽ അണിനിരന്നു. ഇതോടെ 12 ദിവസത്തെ യുദ്ധത്തിൽ തെഹ്റാന്റെ നീതിപൂർവമായ നിലപാട് ലോകത്തിന് നിഷേധിക്കാൻ കഴിയാതെ വന്നെന്നും ഇറാൻ സൈനിക കമാൻഡർ പറഞ്ഞു. USഉം സൈനിസ്റ്റ് ഭരണകൂടവും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും തത്വങ്ങളും ബഹുമാനിക്കുന്നില്ല. പാശ്ചാത്യ ശക്തികളുടെ കാപട്യമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. ഇറാനെതിരെയുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇസ്രായേലിന് എല്ലാ പിന്തുണയും നൽകിയ USന്റെ നിലപാടിനെ ജനറൽ മൗസവി അപലപിച്ചു. ഇറാൻ സായുധ സേന ഭീഷണിപ്പെടുത്തലിനെതിരെ ദൃഢമായി നിന്നു. ആക്രമണകാരികളോട് പൂർണ്ണ ശക്തിയോടെ പ്രതികരിച്ചു, ജനറൽ മൗസവി പറഞ്ഞു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മേജർ ജനറൽ മുഹമ്മദ് ബാഗേരിയുടെയും മറ്റ് ഇറാൻ കമാൻഡർമാരുടെയും രക്തസാക്ഷിത്വത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ടാണ് ഖത്തർ ഉപപ്രധാനമന്ത്രി അൽ അത്തിയ സംസാരിച്ചു തുടങ്ങിയത്. ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിക്കുന്നുവെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഖത്തറിന്റെ വ്യോമമേഖലയോ പ്രദേശമോ ആക്രമണത്തിന് ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പകരം നയതന്ത്ര ഇടപെടലിനായി വാദിക്കുകയാണ് ഖത്തർ ചെയ്തതെന്നും അദ്ദേഹം അറിയിച്ചു. ബാഹ്യ ഭീഷണികൾക്കെതിരെ മെച്ചപ്പെട്ട പ്രതിരോധ സഹകരണം അംഗീകരിച്ചുകൊണ്ടാണ് രണ്ടുപേരും സംഭാഷണം അവസാനിപ്പിച്ചതെന്നും തെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇറാനും ഖത്തറും തമ്മിലുള്ള ആശയവിനിമയം നിർണായകമായാണ് വിലയിരുത്തപ്പെടുന്നത്. USനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിന്റെ നിലപാട് ഏറെ പ്രധാനപ്പെട്ടതാണ്. USനോടൊപ്പം നിൽക്കുമ്പോഴും മിഡിൽ ഈസ്റ്റിലെ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തള്ളിപ്പറയാൻ ഖത്തർ ഒരുക്കമല്ലെന്ന വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്.